നിന്റെ കുടുംബത്തിൽ ഒരു ഒരു വൃത്തികേട് നടന്നപ്പോ, ഒരു ഗാനമേള നടന്നപ്പോ നീ എഴുന്നേറ്റിട്ട് ഇത് പാവമാണെന്ന് പറഞ്ഞ ബാപ്പാ, എല്ലാരും നിന്നെ കളിയാക്കിയില്ലേ ഉമ്മ, എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയില്ലേ? ഒരു തങ്ങൾ വന്നിരിക്കുകയാണ്, ഒരു മഹാൻ വന്നിരിക്കുകയാണ്, ഒരു ബീവി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിലെ പെണ്ണുങ്ങൾ മുഴുവനും നിന്നെ പരിഹസിച്ചില്ലേ ഉമ്മ? എല്ലാവരും നാണം കെടുത്തിയില്ലേ ബാപ്പാ? എന്നാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് ആദം നബി അലൈഹിസ്സലാം മുതൽ അസ്റഫുൽ ഖൽഖായ തങ്ങളെ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യഅ്ഖൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും പടച്ചവര് ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര് ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലുമല്ല പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീര്യവ്യത്യം ഭരിച്ച ശുഹദാക്കൾ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മക്കള്, മുത്തുനബിയുടെ ഭാര്യമാര്, അവിടുത്തെ സ്വഹാബത്ത്, താബിഈങ്ങള്, തബഉ താബിഈങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, ആബിദീങ്ങള്, സ്വാലിഹീങ്ങള്, നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ കൂടപ്പിറപ്പ്, നിന്റെ കൂട്ടുകാര്, നിന്റെ കുടുംബക്കാര്, നിന്റെ നാട്ടുകാര്, കോടാനി 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 വരുന്ന ജനങ്ങൾ മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് മലക്കുകൾ വിളിക്കുകയാ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് മലക്കുകൾ വിളിക്കുകയാ, വാസിറാദേ വായിഷ വാ ഖദീജ, അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങൾ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, നിങ്ങൾ തെറ്റ് കണ്ടപ്പോ തിരുത്തിയവരാ. കുടുംബത്തിൽ കല്യാണം നടന്നപ്പോ അതിനകത്ത് നടക്കുന്ന വൃത്തികേടുകൾ കണ്ടപ്പോ തിരുത്തിയ ഉമ്മ, ഇവര് നിന്നെ നാണം കെടുത്തിയില്ലേ? ദുനിയാവിലെ ജനങ്ങള് കുടുംബക്കാര് ഒറ്റപ്പെടുത്തിയില്ലേ? എങ്കിലും കോടാനി കൂടി വരുന്ന ജനങ്ങൾ പരലോകത്ത് നിൽക്കുമ്പോ അല്ലാഹു നിന്നെ വിളിക്കുകയാണ്, വാ ഖദീജ, വാ ആയിഷ, വാ അബൂബക്കർ, അല്ലാഹു നിന്നടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാ, വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്, നീ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകോ.